നമുക്ക് പപ്പടം വെച്ച് പപ്പടം കറി ഉണ്ടാക്കും, പപ്പടം പൊരിക്കും, പപ്പടം ചമ്മന്തി വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് മക്കൾക്കൊക്കെ ഇഷ്ടമാവും. 2 സവാള ചെറുതാക്കി അരിഞ്ഞതെടുക്കുക. പപ്പടം ഇതുപോലെ മുറിച്ചെടുത്താൽ കാച്ചിയെടുക്കാൻ എളുപ്പമാണ്. പിന്നെ എരിവുള്ള 2-3 പച്ചമുളകും. എന്നിട്ട് പപ്പടം ഇതുപോലെ കാച്ചുക. മറ്റതിൽ ഒന്നായിട്ട് കാച്ചണതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് പൊട്ടിച്ചിടണ്ടേ. ഇതാകുമ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കാച്ചിയിട്ട് പെട്ടെന്ന് മാറ്റി വയ്ക്കുക. ഇതാകുമ്പോൾ വെളിച്ചെണ്ണയും കുറവാണ്, എല്ലാം കുറഞ്ഞ വെളിച്ചെണ്ണയിൽ നമുക്കിങ്ങനെ ആക്കിയെടുക്കാം. പിന്നെ നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി നല്ലോണം വഴറ്റിയെടുക്കുക. ഉള്ളി വഴറ്റിയെടുത്ത് നമ്മൾ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ മുളക് പൊടി ഇടാം കേട്ടോ, പക്ഷെ ഞാൻ മുളക് പൊടി ഇടാത്തത് പച്ചമുളക് നല്ല എരിവുണ്ട്. അപ്പോൾ ചെറിയ ആൾക്കും കൊടുക്കുകയാണെങ്കിൽ ഓവർ എരിവ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇനി മുളക് പൊടി ഇടുന്നവർക്ക് ഇടാം കേട്ടോ, വേണ്ടാന്നല്ല. നമ്മൾ കുറച്ച് കളർ ഇട്ടു, അതിപ്പോൾ ഇച്ചിരി കളറ് കുറയുന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ടേസ്റ്റിനൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഇത് നല്ലോണം വാടി കഴിഞ്ഞതിന് ശേഷം നമ്മളിതേ കാച്ചി വെച്ച് ഈ പപ്പടം അതിലോട്ടിടുക. എന്നിട്ട് ഒന്നിങ്ങോട്ട് അതിൻ്റെ മേലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് മല്ലിച്ചപ്പോ കറിവേപ്പില അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൂടെ, അല്ലെങ്കിൽ മല്ലിച്ചപ്പോ പുതിനയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർ, ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൽ എനിക്കിഷ്ടം മല്ലിച്ചപ്പും വേറൊരു ചപ്പും കൂടി ഉണ്ട്, പക്ഷേ എൻ്റെ അടുത്ത് അതില്ല, നശിച്ചു പോയി. പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.